ഹായ് ഗേയ്സ്, ഗുഡ് മോർണിംഗ്. ഞാനൊരു ഒരു ഡൗട്ടാണത്. ഡൗട്ടുമാണ്, ചിലപ്പോഴെനിക്കത് ക്ലിയറായി. ഞാനപ്പോൾ അത് ആലോചിച്ചപ്പോൾ അത് ക്ലിയറായിരുന്നു. ഈ അടുത്താണ് ഞാൻ ഉർവശി ചേച്ചിയുടെ ഒരു അഭിമുഖം കേട്ടത്. അതിൽ ഉർവശി ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒന്നും ആരടുത്തും ഷെയർ ചെയ്യാൻ ചേച്ചിക്ക് താല്പര്യമില്ലെന്ന്. പിന്നീട് ഇത് പറയാനായിട്ട് ശ്രമിച്ചാൽ പോലും ചേച്ചിക്ക് ആരോടെങ്കിലും ഒന്ന് പറയണമെന്ന് ചേച്ചി വിചാരിച്ചാൽ പോലും ചേച്ചിക്കത് പറ്റാത്തൊരവസ്ഥയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, അത് ശരിയാണല്ലോ. അത് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സാധാരണ ആളുകൾ കേട്ടേക്കണം നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ ആരോടെങ്കിലും ഷെയർ ചെയ്ത് നമ്മുടെ മൈൻഡ് റിലീഫാവുമെന്നാണ്. പക്ഷേ ചേച്ചി പറയണ നേരം മറിച്ചാണത്. നമ്മളത് പറയാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഉഷാറാവുമെന്ന് പറയണം. അപ്പം ഞാൻ ആലോചിച്ചപ്പോഴും അത് സത്യമാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. കാരണം എന്താണെന്നറിയോ, നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ വേറൊരാളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോഴും നമ്മൾ അപ്പോഴേ റിലീഫ് ആവണുള്ളൂ നമ്മുടെ മൈൻഡ്. പിന്നെയും നമ്മൾ ആ പഴയ മൈൻഡിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകും. അതല്ലാതെ നമ്മുടെ മനസ്സിലാണ് ആ സങ്കടം ഒതുക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു സ്ട്രെങ്ത്ത് വരും, ഉൾക്കൊള്ളാനുള്ളൊരു കപ്പാസിറ്റി കൂടും. അതല്ലേ നല്ലത്. ചേച്ചി പറഞ്ഞ ആ ഒരു വാക്കല്ലേ നല്ലത്, നമ്മൾ മനസ്സിൽ വയ്ക്കണത് അതല്ലേ നല്ലത്. അത് പുറത്തേക്ക് പറയണതാണോ? എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യണ ഒരു കൂട്ടമാണ്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും എല്ലാം എനിക്ക് ആരോടെങ്കിലും പറയണം. എൻ്റെ മനസ്സിലൊന്നും ഇരിക്കില്ല. ആ ഒരു ക്യാരക്ടറാണ് എൻ്റെ. പക്ഷേ എൻ്റെ അനുഭവങ്ങൾ നമ്മളത് പറഞ്ഞതുകൊണ്ട് അപ്പോൾ അവർ കേൾക്കും. ഒരു സങ്കടമാണെങ്കിലും അവർ കേൾക്കും. കേട്ട് കഴിഞ്ഞാലും നമ്മൾ വിചാരിക്കാനാണ്, അയ്യോ പാവം അവൾക്ക് അങ്ങനെ സംഭവിച്ചല്ലോ, അതങ്ങനെ വരരുതായിരുന്നെന്ന്. പക്ഷെ അങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് അവരങ്ങനെ. പക്ഷെ അത് വെറുതെയാണ്. നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാനും അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാനും ഒന്നോ രണ്ടോ നല്ലൊരു ഫ്രണ്ട്സ് ഉണ്ടാവുമായിരിക്കും. ബാക്കി നമ്മൾ ഈ വാതോരാതെ ഓരോരുത്തരോട് ഇങ്ങനെ പറയും തോറും കേൾക്കണവർ ആദ്യം അത് നമ്മളുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി അവർ പറയും, അയ്യോ അങ്ങനെ സംഭവിച്ചല്ലോ എന്ന്. പക്ഷേ നമ്മളവിടെ മാറി കഴിയുമ്പോഴും അവർ പറയണത് അവൾക്കത് തന്നെ വരണം, അവൾക്കത് സംഭവിക്കേണ്ടതാണെന്ന്. ഇത് നമ്മൾ പറയാതിരുന്നാലേ നല്ലത്. പറയണത് കൊണ്ട് ഒന്നും നേടാൻ പോണില്ല. നമ്മളത് പറയണത് കൊണ്ട് ഒന്നും നേടാൻ പോണില്ല. ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ച കാര്യമാണത്. ചേച്ചി പറഞ്ഞതും എൻ്റെ മനസ്സിൽ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കണം കാര്യങ്ങൾ തമ്മിലായിട്ട് നല്ലൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് നിങ്ങളോടൊന്നും ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയണേ. ഓക്കെ, ബൈ.